എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടൻ ബാലയുടെ മുൻഭാര്യ എലിസബത്ത് ഉദയൻ ഡോക്ടറാണെങ്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും സജീവമാണ്. സ്വന്തം സന്തോഷത്തിനും തൃപ്തിക്കുമായാണ് എലിസബത്ത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന എലിസബത്ത് ഇപ്പോൾ നാട്ടിൽ അവധിക്കായി എത്തിയിട്ടുണ്ട്. ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതായതോടെയാണ് ആളുകൾ കമന്റ് ബോക്സിലൂടെ എലിസബത്തിനെ അന്വേഷിച്ചു തുടങ്ങിയത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴും അവരെക്കുറിച്ച് താൻ ഒന്നും മോശമായി പറയില്ലെന്നും അത് ശരിയായ രീതിയല്ലെന്നും എലിസബത്ത് സ്വർണ്ണമാണെന്നുമാണ് ബാല പറഞ്ഞത്. സമാനമായി ബാലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ നിറയാറുണ്ടെങ്കിലും എലിസബത്തും ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാറില്ല. തന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ വേണ്ടി മാത്രമുള്ളതാണ് യൂട്യൂബ് ചാനലെന്നാണ് എലിസബത്ത് പറയാറുള്ളത്. ഇപ്പോഴിതാ എലിസബത്ത് പങ്കിട്ട പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയായാണ് എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബാലയുമായുള്ള വിവാഹശേഷം നടന്ന സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി ലെഹങ്കയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞ് 2.5 വർഷം പിന്നിട്ടെങ്കിലും അതിനിടയിൽ ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം വീണ്ടും എലിസബത്ത് ധരിച്ചിരുന്നില്ല. ശരീരം ഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയത്. ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കേളാതെയായി. കാരണം ഞാൻ പിന്നീട് തടിവെച്ചു. ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ്. അന്ന് നല്ല മേക്കപ്പ് പാക്ക് ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ച് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ധരിച്ച ലെഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല. വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച് നിരവധി പേർ എത്തി. മെലിഞ്ഞപ്പോൾ എലിസബത്ത് ലെഹങ്കയിൽ കൂടുതൽ സുന്ദരിയായി എന്നാണ് കമന്റുകൾ ഏറെയും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.